നമസ്കാരം. ലോകവിശേഷങ്ങളുമായി ഫുട്ബോളം ആരംഭിക്കുകയാണ്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ പിന്നിട്ട് നിന്ന ശേഷം വിജയം പിടിച്ചെടുത്ത് ഈജിപ്ത് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഫുട്ബോൾ ആരാധകർക്ക് സമ്മാനിച്ചു. 1-3 ഗോളുകൾക്കാണ് ഈജിപ്തിന്റെ ജയം. 15-ാം മിനിറ്റിൽ ഫിൻ സർമാൻ നേടിയ ഗോളിലൂടെ 1-0 ലീഡുമായാണ് ന്യൂസിലൻഡ് ആദ്യ പകുതി അവസാനിപ്പിച്ചത്. എന്നാൽ 58-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ ഈജിപ്തിന് വേണ്ടി സമനില പിടിച്ചു. 67-ാം മിനിറ്റിൽ അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സല ഈജിപ്തിന്റെ ലീഡ് നൽകി. ആ സമയം 82-ാം മിനിറ്റിൽ മഹ്മൂദ് ട്രസഗയാണ് ഈജിപ്തിന്റെ വിജയമുറപ്പാക്കിയ 3ാമത്തെ ഗോൾ സ്വന്തമാക്കുന്നത്. അങ്ങനെ പോയിന്റ് പട്ടികയിൽ ഈജിപ്ത് മുന്നിലേക്ക് കയറി. വിസ്മയിപ്പിക്കുകയാണ് എപ്പോഴും കേപ്പ് വെർഡെ താരങ്ങൾ. ഇത്തവണയും മോശമാക്കിയില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയായിരുന്നുവെങ്കിൽ ഇത്തവണ 2 ഗോളടിച്ചാണ് സമനിലയിൽ പിരിഞ്ഞത് എതിരാളികൾ കരുത്തരായിട്ടുള്ള യുറഗ്വായി. ആദ്യ മത്സരത്തിൽ സ്പെയിനെ സമനിലയിലേക്ക് ഒരുക്കിയ കേപ്പ് വെർഡെ അതിനേക്കാൾ വീര്യത്തോടു കൂടിയാണ് ഇന്ന് യുറഗ്വയെ നേരിട്ടത്. 21-ാം മിനിറ്റിലായിരുന്നു കേപ്പ് വെർഡെയുടെ ചരിത്ര ഗോൾ. ഫ്രീ കിക്കിലൂടെയാണ് കെവിൻ പിന രാജ്യത്തിന്റെ ആദ്യ ലോക ഗോൾ നേടുന്നത്. 61-ാം മിനിറ്റിൽ ഫീലിയോ വെരേലയും സ്കോർ ചെയ്തു. 44-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലുമായിരുന്നു യുറഗ്വായുടെ ഗോളുകൾ. ലോകകപ്പിന്റെ ചരിത്രത്തിലേക്കാണ് കേപ്പ് വെർഡെ പന്ത് തട്ടിക്കയറുന്നത്. 2 പോയിന്റുമായി ഗ്രൂപ്പിൽ യുറഗ്വായ്ക്ക് പിന്നിൽ 3ാം സ്ഥാനത്താണെങ്കിലും സൗദിയെ അടുത്ത മത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നേരിട്ട് നോക്കൌട്ട് റൗണ്ടിലെത്താം. ഓരോ മത്സരത്തിലും ഓരോ നാഴികക്കല്ലുകൾ പിന്നിടുന്ന ഈ കേപ്പ് വെർഡെ അടുത്ത മത്സരത്തിൽ വിജയം ഉറപ്പായും നേടുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകർ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് കേപ്പ് വെർഡെ ആരാധകർക്ക് ഈ ലോകകപ്പ് നൽകുന്നത്. ആദ്യം സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇന്നിതാ ചരിത്രത്തിലേക്ക് 2 ഗോളുകളും ഒപ്പം പോയിന്റും. For us it's a win. This is our first time in the World Cup. We already, we went 0-0 with Spain. This one for us is a win. And we're going to celebrate, win or loss. We're always going to be here celebrating. That's what Cape Verde is all about. It's all about celebration. അടുത്ത മത്സരം സൗദി അറേബ്യക്കെതിരെയാണ്. ഗ്രൂപ്പിൽ നിലവിൽ 3ാം സ്ഥാനത്താണെങ്കിലും സൗദിയെ തോൽപ്പിക്കാനായാൽ കേപ്പ് വെർഡെയ്ക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറാം. ആ പ്രതീക്ഷ പങ്കുവെക്കുന്നു ആരാധകർ. And I was like biting my nails. The game was tough. Uruguay played good ball. We held them back and 2-2. I'll take that all day. I'm loving it. Thank you, Cape Verde. Postia. Love you guys, man. Thank you, Sefi. അതേസമയം യുറഗ്വായ് ആരാധകർ നിരാശയിലാണ്. പൊളിച്ചെഴുതലുകൾ കൂടിയേ തീരുമെന്ന് അവർ. We could have done way better, honestly. It was a disaster. They just wouldn't shoot. That was the problem. They wouldn't shoot. And then the goalkeeper, I don't know why he ran out. It's not the goalkeeper, man. We the man. We did it. 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ ദ്വീപുകാർ അത്ഭുതപ്പെടുത്തുകയാണ് കോടിക്കണക്കിന് ജനങ്ങളും അതിലേറെ വിഭവങ്ങളുമുള്ള മറ്റ് ഫുട്ബോൾ രാജ്യങ്ങളെ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. സൗദി അറേബ്യയെ തകർത്ത് ഫിഫ ലോകകപ്പിൽ ആദ്യ ജയം സ്വന്തമാക്കി സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് സ്പെയിന്റെ ജയം. 10, 21, 24, 49 എന്നീ മിനിറ്റുകളായിരുന്നു സ്പെയിനിന്റെ ഗോളുകൾ. മൈക്കൽ ഓയർസബാൽ ഇരട്ട ഗോൾ കണ്ടെത്തിയപ്പോൾ സ്പെയിന്റെ സൂപ്പർ താരം ലമീൻ യമാലാണ് അക്കൗണ്ട് തുറന്നത്. ലമീൻ യമാൽ ഈ മത്സരത്തിൽ ആദ്യ 11-ൽ തന്നെ സ്ഥാനം പിടിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് വെർഡെയ്ക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ യമാൽ വന്നപാടെ തന്നെ ഗോൾ നേട്ടവും ആരംഭിച്ചു. എന്നാണെങ്കിലും ഗംഭീര കയ്യടിയോടുകൂടിയാണ് യമാലിനെ ആരാധകർ തിരികെ കയറ്റിയത്. 49-ാം മിനിറ്റിലെ ഗോൾ സൗദിയുടെ സെൽഫ് ഗോളായിരുന്നു. അങ്ങനെ 4-0 ജയം സ്പാനിഷ് ടീം. അത്യുഗ്രൻ ജയത്തിന്റെ ആവേശത്തിലാണ് സ്പാനിഷ് ആരാധകർ. പ്രത്യേകിച്ചും ആദ്യ മത്സരത്തിൽ ഒരു സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന, അതും ഗോൾ രഹിതമായിരുന്ന സമനിലയ്ക്ക് ശേഷം 4 ഗോളുകൾ സ്കോർ ചെയ്തത് അവർ ആഘോഷമാക്കി. പ്രത്യേകിച്ചും യമാലിന്റെ വരവും ആ ടീമിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കൂടിയതുമെല്ലാം വളരെ ആഘോഷത്തോടു കൂടിയാണ് സ്പെയിനിലും ഒപ്പം US-ലും ഫുട്ബോൾ ആരാധകർ പങ്കുവച്ചത്. I think they're back on track, I think Lamal, starting the game, he gave him a spark. The first minute of the game, you saw him on the wing and kind of went from there. Yeah, it's a good game. Feeling sad, but that was expected, to be honest. So hopefully by the next game with the Cape Verde, we will make a win and hopefully we can
qualify as best 3. Hey man, tough luck. You know, we came to support Saudi. We tied against Uruguay. Spain is very good, but this is soccer. We love it. Sportsmanship. Congratulations to Spain. And let's go Saudi. We'll qualify against Cape Verde. We're looking to the knockout stage now. Absolutely. Vamos contra Uruguay. I feel pretty happy. It was fantastic to watch Spain win here in Atlanta. It's my favorite team, you know, since I was a kid, right? I'm a big Barcelona fan, so automatically, you know, it's Spain for nationals. ഈ ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഇറാനും തമ്മിലുള്ള മത്സരം പക്ഷേ ഗോൾ രഹിതമായിരുന്നു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടു ടീമുകൾക്കും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. കളിയുടെ തുടക്കം മുതൽ മികച്ച കളി പുറത്തെടുത്തു ബെൽജിയം, പക്ഷേ വല കുലുക്കാൻ കഴിയാതെ പോയി. ഇറാനിയൻ ഗോൾ കീപ്പർ ബെയറൻമെന്റിന്റെ ഉജ്ജ്വല സേവുകളാണ് ബെൽജിയം ആക്രമണങ്ങളുടെ മുനയൊടിച്ചത്. ഗ്രൂപ്പ് ജിയിൽ ഇരുവർക്കും ഇപ്പോൾ 2 പോയിന്റ് വീതമാണുള്ളത്. ഗോൾ വ്യത്യാസത്തിൽ ഇറാൻ ഒന്നാമതും ബെൽജിയം രണ്ടാമതുമാണ്. ഇനി ആരാധകർ കാത്തിരിക്കുന്ന മത്സരം അത് ഇന്നാണ്. അർജന്റീന വീണ്ടും ഇറങ്ങുകയാണ്. അൾജീരിയക്കെതിരായിട്ടുള്ള അത്യുഗ്രൻ ജയത്തിന് പിന്നാലെ അർജന്റീന ഇന്ന് നേരിടാൻ പോകുന്നത് ഓസ്ട്രിയയാണ്. ജാലസിലെ AT&T സ്റ്റേഡിയത്തിൽ രാത്രി 10:30 കിക്ക് ഓഫ്. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾ തോൽപ്പിച്ച് ടൂർണമെന്റിലേക്കുള്ള വരവറിയിച്ച അർജന്റീന വൻ ആത്മവിശ്വാസത്തിലാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് പ്രകടനമാണ് ആദ്യ കളിയിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയത്. മികച്ച ഫോമിലുള്ള മെസ്സി തന്നെയാണ് അർജന്റീനയുടെ പ്രധാന കരുത്ത്. എമിലിയാനോ മാർട്ടിനസിന്റെ ഗോൾ കീപ്പിംഗ് മികവും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങുന്ന പ്രതിരോധ നിരയും കോച്ച് ലയണൽ സ്കലോണിക്ക് പൂർണ്ണ തൃപ്തി നൽകുന്നുണ്ട്. അൾജീരിയയെ പോലെ അർജന്റീനയ്ക്ക് അത്ര എളുപ്പമാകില്ല ഓസ്ട്രിയ. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഓസ്ട്രിയൻ പട കടുത്ത വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിരാളികളെ വീഴ്ത്തുന്ന ഓസ്ട്രിയൻ രീതിയെ പ്രതിരോധിക്കാൻ സ്കലോണി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഗ്രൂപ്പിൽ 1ാം സ്ഥാനം ഉറപ്പിച്ച് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ അർജന്റീനയ്ക്ക് ജയം അനിവാര്യമാണ്. നീലയും വെള്ളയും അണിഞ്ഞ ആരാധക ലക്ഷങ്ങൾ ഡാലസിലേക്ക് ഒഴുകിയെത്തും. മെസ്സി മാജിക്കും അർജന്റീനയുടെ വിജയക്കുതിപ്പും തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ആൽബി സെലസ്റ്റയുടെ വരവ്. അട്ടിമറി പ്രതീക്ഷയോടെയാണ് ഓസ്ട്രിയൻ സംഘം എത്തുന്നത്. റാങ്കിങ്ങിൽ 24ാം സ്ഥാനത്തുള്ള ഓസ്ട്രിയ 2 തവണയാണ് അർജന്റീനയെ നേരിട്ടിട്ടുള്ളത്. 36 വർഷം മുമ്പ് 1-1 സമനിലയിൽ പിരിഞ്ഞ ശേഷം ആദ്യമായി എത്തുകയാണ് ഇരു ടീമും മുഖാമുഖം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. അർജന്റീന ആരാധകർ ആ മത്സരം നടക്കാൻ പോകുന്ന ഡാലസിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആരാധകർ അവിടെ തമ്പടിക്കുന്നു. വിജയപ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകർ. ലയണൽ മെസ്സി വീണ്ടും ഹാട്രിക് നേടുമെന്നും അനായാസ ജയം ഓസ്ട്രിയക്കെതിരെ സ്വന്തമാക്കുമെന്നുമാണ് അർജന്റീന ആരാധകരുടെ പക്ഷം. El día del partido, bueno, nada, esperamos que sea igual que en el primer partido. Hopefully we win again, but we don't want to say anything, but we hope the best always because we support Argentina. We're a big fan, so we're super happy and welcome everyone to the Argentinian fans. You know, it's not going to be an easy game. Austria is a solid team, so you know we got to go in there and give it our best. I think it's going to be a 2-0 victory for us. That's what I'm hoping. But you know, as long as we win, that's what matters. And obviously, look at the people here. We're super excited to be here. Around our people, you know, so, you know, what more can we ask for? Actually very surprised that there are all, this Argentina here. It's so hard to find Argentina here in Dallas, so we're so happy that we can all celebrate together. Yeah, I love it. I'm telling all my friends, oh my gosh, you're going to see so many Argentinas! It's about, food, party, and Fernet, which is our traditional drink. It's all about that. That's it. That's all that we need. പലരും പല വിധത്തിലാണ് ലോകകപ്പ് ആവേശം പങ്കുവെക്കുക. ലിബിയയിൽ നിന്നുള്ള ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ രീതി കാണാം. കത്രിക തുമ്പിൽ നിന്ന് വീഴുന്ന മുടിയിഴകൾ കൊണ്ട് മനോഹര രൂപങ്ങൾ തീർക്കുകയാണ് അയാൾ. ടോക്രയിൽ നിന്നാണ് ഈ വിസ്മയ കാഴ്ച. ഈ സലൂണിലേക്ക് എത്തിയാൽ ചില അപൂർവ ദൃശ്യങ്ങൾ കാണാം. കത്രികത്തുമ്പിൽ നിന്ന് വീഴുന്ന മുടി കൊണ്ട് ലോകകപ്പ് ലോഗോയും പ്രിയപ്പെട്ട താരങ്ങളുടെ ചിത്രങ്ങളും നിലത്ത് വരച്ചിടുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. വെട്ടിമാറ്റിയ മുടിയിഴകൾ വെറും വേസ്റ്റ് അല്ല മാർവാൻ അലാഗ്വറെ എന്ന 34-കാരന്. കസ്റ്റമേഴ്സിന്റെ മുടി ശേഖരിച്ചു വെച്ച് ആ സലൂണിന്റെ തറയിൽ സാൻഡാർട്ട് പോലെ ക്യാൻവാസ് തീർക്കുന്നു.
ബോർഡിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നു മാർവാൻ. മുൻപ് ലയണൽ മെസ്സിയുടെ ചിത്രവും റയൽ മാഡ്രിഡിന്റെ ലോഗോയും ഒക്കെ ഇത്തരത്തിൽ മുടിയിഴകൾ കൊണ്ട് മാർവാൻ തറയിൽ വരച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ തരംഗമാണ് മാർവാന്റെ ഈ ഹെയർ ആർട്ട്. ഭാവിയിൽ സ്വന്തമായ ഒരു എക്സിബിഷൻ നടത്തണമെന്നാണ് മാർവാന്റെ ആഗ്രഹം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ആവേശത്തിനിടെ മെക്സിക്കോ സിറ്റിയിലെ ഒരു താരം സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ്. കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തുന്ന ആരാധകരെക്കാൾ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ ഈ കുഞ്ഞൻ താരത്തിനുള്ളത്. മെക്സിക്കോയിലെ ഫുട്ബോൾ പ്രേമികളുടെ മനം കവർന്ന ആ താരം മറ്റാരുമല്ല, ഒസീറ്റോ എന്ന ഒരു നായക്കുട്ടിയാണ്. ലോകകപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് പിന്നാലെ മെക്സിക്കോ സിറ്റിയിലെ തെരുവുകളിൽ ഇറങ്ങിയവർക്ക് ഇതൊരു വിസ്മയ കാഴ്ചയായിരുന്നു. മെക്സിക്കോ ദേശീയ ടീമിന്റെ പച്ച ജേഴ്സി അണിഞ്ഞ് തലയിൽ തൊപ്പിയും കണ്ണിൽ കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന 8 വയസ്സുകാരൻ പൂഡിൽ മിക്സ് ഇനത്തിൽപ്പെട്ട ഓസിറ്റോ. ആളുകൾ അവനൊപ്പം സെൽഫി എടുക്കാനും വീഡിയോകൾ പകർത്താനും തിരക്കുകൂട്ടി. നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു തരംഗമായി ഓസിറ്റോ മാറി. കഴിഞ്ഞ 2 വർഷമായി ഉടമയായ ഹോർഹെ റാൻഗലിനൊപ്പം ഡെലിവറി ബൈക്കിന് പിന്നിലിരുന്ന് മെക്സിക്കോ സിറ്റിയിലൂടെ സഞ്ചരിക്കാറുണ്ട് ഈ മിടുക്കൻ. Yo estoy enamorado de él de una manera impresionante que de verdad ha sido algo maravilloso que തന്റെ ജീവിതത്തിലെ കഠിനമായ ഒരു കാലഘട്ടത്തിലാണ് ഹോർഹെ ഓസിറ്റോയെ ദത്തെടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഇവരുടെ സൗഹൃദം ദൃഢമാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ വൈറലായ മെർലിൻ എന്ന താറാവിനോടാണ് ഇപ്പോൾ ആരാധകർ ഓസിറ്റോയെ ഉപമിക്കുന്നത്. ഒടുവിൽ മത്സരങ്ങൾ നേരിട്ട് കണ്ട് ഗോളുകൾ ഒരുമിച്ച് ആഘോഷിക്കാൻ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങണമെന്ന വലിയൊരാഗ്രഹത്തിലാണ് ഈ കൂട്ടുകാർ. encantaría ir al estadio con Osito. Ojalá y pudiéramos tener ese gran sueño de festejar los goles juntos. മൈതാനത്തെ കടുത്ത മത്സരങ്ങൾക്കിടയിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഇത്തരം ആത്മബന്ധത്തിന്റെ കാഴ്ചകൾ ലോകകപ്പിന് കൂടുതൽ മനോഹാരിതയേകുന്നു. ഓസിറ്റോയ്ക്ക് സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം അത് വാനോളം ഉയരുമ്പോൾ കാസർഗോഡ് പടന്ന അവളെ ചൊക്കിക്കണ്ടത്തെ ശശിധരന് വീട്ടിലെ കട്ടിലിരുന്ന് കളി കാണാനാണ് നിയോഗം. പഴയകാല ഫുട്ബോൾ താരം കൂടിയാണ് ശശിധരൻ. പക്ഷെ തെങ്ങുകയറ്റത്തിനിടെ വീണ് നട്ടലിന് പരിക്കേറ്റാണ് കിടപ്പിലായത്. അരയ്ക്ക് താഴെ ചലനശേഷി ഇല്ലായെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഈ റിപ്പോർട്ടോടുകൂടി ഫുട്ബോളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കാണും. അവിടെ നൽപ്പം ഞാൻ വീണിട്ട് തന്നെ 15 വർഷത്തിലധികമായി. അന്നും കാണുന്നുണ്ട്. ഈ വീണിട്ട് ഈ ഒരു അവസ്ഥയിലും കഴിഞ്ഞ ലോകകപ്പല്ല ഞാൻ കാണുന്നുണ്ട്.
ഇപ്പോൾ കുറച്ച് ഒന്നാമതെന്ന് വെച്ചാൽ 4 വർഷം വേഗം ആയില്ലെങ്കിൽ എന്നുള്ള ഒരു ഇതായിരുന്നു ഞാൻ ധൃതിയിലുണ്ടായി. ഇപ്പോൾ അടുത്തെത്തിയോണ്ട് അതിനൊരു ഒരു ആവശ്യമുണ്ട്. എല്ലാ ടീമിനും ഇഷ്ടമാണ്. അത് ഓരോ കളിക്കാർ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാ കളിക്കാരും ഉണ്ട്. ചെറുപ്പകാലം മുതൽ വായനയ്ക്ക് സമയം കണ്ടെത്തി ശശിധരൻ കിടപ്പിലായപ്പോഴും അടുത്തുള്ള വായനശാലയിൽ നിന്നും സുഹൃത്തുക്കൾ വഴി പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചാണ് വായന തുടർന്നു വരുന്നത്. നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ വോയിസ് ഓഫ് പടന്നയുടെ സഹായത്തോടെ പുറത്തിറക്കി. പടന്ന സഹോദര ബുക്സ് ഇദ്ദേഹത്തിന്റെ 2 കഥകളും പുസ്തക രൂപത്തിലാക്കി. 2015 യുവകലാ സാഹിതിയുടെ പുരസ്കാരം പ്രണയം എന്ന കവിതയ്ക്ക് ലഭിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് 2021 ഭിന്നശേഷി ദിനാചരണ ഭാഗമായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ സ്നേഹതീരത്തെ തണൽ മരങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. എഴുത്തുകാരുടെ ഡയറക്ടറിയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭാര്യ ലീലയും ബിരുദാനന്തര ബിരുദധാരിയായ ഏകമകൾ ശശികലയും ശശിധരന്റെ കളി ആസ്വാദനത്തിന് പിന്തുണയേകുന്നുണ്ട്. KV ബൈജു, News 18, കാസർഗോഡ്.